ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ 6 മാസം മുന്നത്തൊരു വീഡിയോ ആണ്. ഞങ്ങളുടെ വീടിൻ്റെ പാല് കാച്ചലാണ്. അപ്പോൾ 6 മാസം മുന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നോ വീഡിയോസ് ഇട്ട് തുടങ്ങുമെന്നൊന്നും. അതുകൊണ്ട് വീഡിയോകളൊന്നും ഒരുപാട് എടുത്തിട്ടില്ല, കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ പാല് കാച്ചലിൻ്റെ പരിപാടി തുടങ്ങാൻ ഹോമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഏട്ടനും ചേച്ചി ഇതെല്ലായിടത്തും ഒന്ന് പുണ്യാകം തളിച്ചിട്ടൊക്കെ ഒന്ന് ശുദ്ധിയാക്കുന്നുണ്ട്. പിള്ളേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഏട്ടനാട്ടോ, എൻ്റെ ഹസ്ബൻഡാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ അവരുടെ പണികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തരുടേതായ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പാല് കാച്ചലാണ്. പാല് കാച്ചൽ തീ പൂട്ടി ഞങ്ങൾ വിചാരിച്ചിട്ടും കൂടി ഇല്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വീട് കിട്ടുന്നു ഒന്നും. നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയാനും കുറ്റം പറഞ്ഞു നടക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. നമ്മൾ അവരുടെ ലൈഫിൽ പോയിട്ട് കൈയിട്ട് മാന്താനോ അല്ലെങ്കിൽ നമ്മളവർക്ക് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാനോ നമ്മൾ നിൽക്കുന്നില്ല. എൻ്റെ അമ്മ പറയും മനുഷ്യർ കൈവിട്ടാലും ദൈവം കൈവിടാഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഇതാ കുടിയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ ഒരു ചേഞ്ച് വല്ലാത്തൊരു ചേഞ്ച് തന്നെയാണ്. ഞങ്ങളുടെ മറ്റേ വീടെന്ന് പറയുകയാണെങ്കിൽ മഴ പെയ്ത ഫുള്ള് വെള്ളമാണ് വീടിൻ്റെ അകത്ത്. ചാക്കോളാണ്. ഉമ്മാറ് മുതൽ അടുക്കള വരെ ചാക്കോളാണ്. അടുക്കളയിലൊക്കെ പാത്രങ്ങളൊക്കെ ചോരണേന് വെച്ചിട്ടൊക്കെ നിൽക്കുന്ന സെറ്റപ്പിലാണ് ഞങ്ങളിങ്ങനെ പോണത്. അപ്പം അത് വെച്ച് വാർപ്പിൻ്റെ ഒക്കെ ഇങ്ങനെ പൊട്ടി വീണിട്ടും ടെറസ് ഇങ്ങനെ പൊട്ടി വീഴും. അപ്പം അങ്ങനത്തെ ഒക്കെ പ്രശ്നമൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ മഴ അറിയണില്ല, ഒന്നും അറിയണില്ല. മഴ പെയ്താലും പ്രശ്നമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇപ്പം എങ്ങനെ പറഞ്ഞു തരാമെന്നൊന്നും അറിയണില്ല. ചിലർക്ക് മനസ്സിലാവാം, ചിലർക്ക് എന്താണിത് പറയണതെന്നൊന്നും തോന്നാം. അപ്പം നിങ്ങൾ എടുക്കണ പോലെ ഇരിക്കും നിങ്ങളുടെ മൈൻഡ്. അപ്പോൾ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, നമുക്കറിയത്തില്ലല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. പിന്നെ അതെല്ലാവരും പോയപ്പോൾ ഞങ്ങൾ മാത്രമായി. എൻ്റെ അമ്മയുടെ അനിയത്തിയും പിള്ളേരും അവരുടെ ഭാര്യമാരും പിന്നെ ഞങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചാണ്. കുറേ പൊട്ടിക്കൽ കഴിഞ്ഞു. പിന്നെ ലാസ്റ്റത്തെ കുറച്ചാണ്. കുറേ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ, കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. കിട്ടിയത് നല്ല യൂസ്ഫുൾ സാധനങ്ങളാണ്. പാത്രങ്ങൾ, കുക്കറ്, അങ്ങനെയുള്ള ഐറ്റംസാണ്. അപ്പോൾ അതാ ഇത്ര സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. വലിയ തോന്നൊന്നുമില്ല, ഇത്ര സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. നല്ല സാധനങ്ങളാണ്. ഇതൊക്കെ ക്ലോക്കൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. 2 ക്ലോക്ക് അങ്ങനത്തെ കിട്ടിയിട്ടുണ്ട്, കഥകളിയുടെ ക്ലോക്കൊക്കെ. അപ്പം ഇത്രയും സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. വലുതായിട്ടൊന്നുമില്ല, ഇത്ര തന്നെയേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വേറൊരു വീഡിയോ കാണുന്നവരെ ശരി, ബൈ.